അല്ല, മോഡിയും ബി ജെ പിയും രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചാൽ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കേട്ട് വിശ്വസിച്ച് ബി ജെ പിയെ ജയിപ്പിക്കും എന്നാണ് ഇവർ കരുതുന്നത്. ഇതിപ്പോൾ മോഡി ആദ്യമായിട്ടല്ലല്ലോ കേരളത്തിൽ വരുന്നത്. മോഡി ഇതിനു മുന്നേയും 2021 തിരഞ്ഞെടുപ്പിൽ വന്നു, 2019 വന്നിട്ടുണ്ട്, നിരവധി തവണ ഈ സമീപ ദിവസങ്ങളിൽ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ മോഡി പറയുന്നൊന്നും കേരളത്തിലെ ജനങ്ങൾ മുഖവിലക്കെടുക്കില്ല എന്ന് നമ്മൾ അനുഭവത്തിൽ കൂടി കണ്ടതാണ്. അതുകൊണ്ട് മോഡിയുടെ ഇത്തരം കാര്യങ്ങളൊന്നും വലിയ വില കേരളത്തിലെ ജനങ്ങൾ കൊടുക്കാൻ പോകുന്നില്ല. ഇപ്പോൾ 2021 എന്താ പറഞ്ഞത്? ഇവിടെ സ്വർണ്ണക്കടത്ത് നടന്നിരിക്കുന്നു, സ്വർണ്ണക്കടത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് പങ്കാളിയായിരിക്കുന്നു, അതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ എങ്ങനെ കൊണ്ട് വിട്ടിട്ടുണ്ട്, എല്ലാത്തിനെയും തൂക്കിയെടുത്ത് ജയിലിടും എന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇപ്പോൾ എന്തായി? എന്തെല്ലാം പ്രചരണമായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങളിൽ കൂടിയെല്ലാം നമ്മൾ കണ്ടത്. വലിയ പ്രചരണം നടത്തി. പക്ഷേ 2021 മോഡിയുടെ, ബി ജെ പിയുടെ, മറ്റ് ഇടതുപക്ഷ വിരുദ്ധരുടെ എല്ലാ ആക്രമണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ശക്തമായി ഇടതുപക്ഷത്തിന് തിരിച്ചു വരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സനോജ്, ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെ ഇ ഡിയെ ഉപയോഗിച്ചാണെങ്കിലും ആ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ കേജ്രിവാളിന്റെ കാര്യം കണ്ടതാണ്. ഇപ്പോൾ മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ട മോദി ആ വിഷയം ഇന്ന് ഉന്നയിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിനിടയ്ക്ക് അപ്പുറത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. ഇ ഡി ഇന്ന് CMRലെ അധികൃതരെ വിളിപ്പിച്ചിരുന്നു. ഉദ്യോഗസ്ഥർ ഇന്ന് ഹാജരായിട്ടുണ്ട്, കർത്ത ഹാജരായിട്ടില്ല. പക്ഷെ അടുത്ത ഘട്ടം എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നുള്ള കാര്യം പറയുകയാണ്. ഇ ഡി അടുത്തതായി വിളിപ്പിക്കാൻ പോകുന്നത് വീണ വിജയനെയാണ്. അല്ല, വീണ വിജയനെ വിളിപ്പിച്ചാൽ വീണ വിജയൻ നാളെ തന്നെ ബി ജെ പിയിൽ ചേർന്ന് അതിലൊക്കെ അങ്ങ് സെറ്റിൽ ചെയ്യാം എന്നാണ് ഇവർ ധരിക്കുന്നത്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല. കേരളത്തിൽ ഇവർക്ക് അങ്ങനെ ഭയപ്പെടുത്തിയിട്ട് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളെയും കീഴ്പ്പെടുത്താൻ പറ്റില്ല. ഒരു സംശയവും വേണ്ടതില്ല. ഇവിടെ ഇപ്പം എന്താണ്? ഇ ഡി ആരുടെ കയ്യിലാണ്? ഇ ഡി കഴിഞ്ഞ കുറച്ച് വർഷത്തെ കേസുകളെടുത്ത് പരിശോധിച്ചാൽ, 120 കേസെടുത്ത് പരിശോധിച്ചാൽ അതിനകത്ത് 98% കേസുകളും പ്രതിപക്ഷ പാർട്ടി നേതാക്കന്മാർക്കെതിരെ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കെജ്രിവാളിൻ്റെ കാര്യം നിങ്ങൾ പറഞ്ഞു. കെജ്രിവാളിനെതിരായിട്ട് എന്താ അവർ ഉണ്ടാക്കിയ കേസ്? ഒരാളെ പിടിച്ച് ജയിലിലിടുന്നു, 6 മാസം ജയിലിലടക്കുന്നു, എന്നിട്ട് അയാളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് വഴി പണം വാങ്ങുന്നു. പണം വാങ്ങിയതും കൂടി പോരാതെ കേസിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഒരു മൊഴി കൂടി തന്നിട്ട് പോയിക്കൊള്ളൂ. അങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് മൊഴി കൂടി വാങ്ങുകയാണ്. അത് സർക്കാർ നയവുമായി ബന്ധപ്പെട്ട കേസാണ്, അത് അന്യായമാണ് എന്ന് വാദിക്കാം സനോജ്. പക്ഷേ കരുവന്നൂർ അങ്ങനെയല്ലല്ലോ. കരുവന്നൂരിൽ കേസില്ല എന്ന് താങ്കൾക്ക് പറയാൻ പറ്റുമോ? 54 പ്രതികളുണ്ട്. ഇവരിൽ നിന്നായി 108 കോടി രൂപയോളം മൂല്യമുള്ള സ്വത്ത് ഇതിനകം ഇ ഡി കണ്ടുകെട്ടിയിട്ടുമുണ്ട്. കരിവന്നൂർ അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കരിവന്നൂർ വിഷയം എങ്ങനെയാണ് രാഷ്ട്രീയമായി മോഡി ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. കരിവന്നൂരിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി, ആ കാര്യം സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടക്കട്ടെ, കുറ്റക്കാർ ശിക്ഷിക്കപ്പെടട്ടെ, അതിനൊന്നും ഞങ്ങൾക്കൊരു ഭയവുമില്ല. ആ കാര്യത്തെ മുൻനിർത്തിയിട്ട് കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം ആകെ ഇങ്ങനൊരു തട്ടിപ്പിൻ്റെ കേന്ദ്രമാണ്, കേരളത്തിലെ ഇത് നേതൃത്വം കൊടുക്കുന്ന ആളുകളെല്ലാം മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കുന്നതിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമേ അവിടെ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഏതെങ്കിലും ബാങ്കിനകത്ത് എന്തെങ്കിലും തെറ്റായ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം കൃത്യമായി അന്വേഷിക്കേണ്ടത്. CPM ആ കേസിൻ്റെ മാത്രമല്ല, രാജ്യത്ത് ഉയർന്നു വരുന്ന ഓരോ പ്രശ്നത്തെയും അതിൻ്റെതായ ഗൗരവത്തിൽ തന്നെയാണ് കാണുന്നത്. ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വന്നല്ലോ. എന്തായിരുന്നു CPM എടുത്ത നിലപാട്? അതുകൊണ്ട് ഏത് തരം അഴിമതി സനോജ് അങ്ങനെയല്ല. നിങ്ങളുടെ നേതാക്കൾ തന്നെ പ്രതിരോധത്തിലാകുന്ന ഒരു കേസാണ്, സാധാരണക്കാരെ പറ്റിച്ചു എന്ന കേസാണ്. നിങ്ങളുടെ പാർട്ടി സഖാക്കൾ തന്നെ ആദ്യം ഉന്നയിച്ച കേസാണ്. അത് ആ നഷ്ടം നികത്തുമെന്നും ആ പണം നിക്ഷേപകർക്ക് തിരിച്ചു കൊടുക്കുമെന്നും സംസ്ഥാന സർക്കാർ ഉറപ്പ് നൽകിയിട്ടാണ്. മന്ത്രി VN വാസവൻ എത്ര തവണ ആ ഉറപ്പ് പരസ്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ആ ഉറപ്പ് ഇതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല. സ്വാഭാവികമായും അത് അപ്പുറത്ത് ആ വിഷയം ഉന്നയിക്കുമല്ലോ. അല്ല, ഉന്നയിച്ചോട്ടെ, ഉന്നയിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല. ആ ഉന്നയിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെല്ലാം മോഡി പറയുന്നതെല്ലാം വിശ്വസിച്ച് കേരളത്തിലെ CPMൻ്റെ നേതൃത്വം, ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ സഹകരണ ബാങ്കൊക്കെ കൊള്ളയടിക്കുന്നവരാണ് എന്ന് ജനങ്ങൾ വിശ്വസിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അവകാശമാണ് അങ്ങനെ വിശ്വസിക്കാനുള്ളത്. അത് കേട്ട് സന്തോഷിക്കുന്ന ആളുകൾ സന്തോഷിക്കട്ടെ. പക്ഷേ മോഡിയുടെ ഒരു നമ്പറും കേരളത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നില്ല. എന്താണ് കരുവന്നൂർ നടന്നതെന്നും കരുവന്നൂരുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാർ മുൻകൈയിൽ നടന്നതെന്നും ഒക്കെ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഒരാളെയും സർക്കാർ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഒരാളുടെ കരുവന്നൂർ വിഷയം ശക്തമായി ഉന്നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക്. സ്മൃതി, ഒരു കാര്യം കൂടി, ഒറ്റക്കാര്യം കൂടി,
ഇപ്പോൾ കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപ സമാഹരണം നടന്നിരുന്നു. ഇവർ വലിയ രൂപത്തിലുള്ള പ്രചരണം സംഘടിപ്പിച്ചു. കേരളത്തിലെ സഹകരണ ബാങ്കൊക്കെ പൊളിഞ്ഞു പോകാൻ പോകാമെന്ന്. നിക്ഷേപ സമാഹരണത്തിന് കോട്ടയിട്ടതിൻ്റെ ഇരട്ടി തുക കേരളത്തിലെ സഹകരണ ബാങ്കുകളിൽ എത്തി ജനങ്ങൾ കൊടുത്തു എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. അതുകൊണ്ട് ഇവരെല്ലാം എത്ര പ്രസംഗിച്ചാലും പ്രത്യേകിച്ച് ഒന്നും ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.